ഹലോ ഫ്രണ്ട്സ്, മംസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അപ്പോൾ പതിവ് പോലെ നല്ല തണുപ്പുള്ളൊരു പ്രഭാതമാണ്. അപ്പോൾ രാവിലെ 5 മണിക്ക് തന്നെ ഉണർന്നിട്ടുണ്ട്. അപ്പോൾ രാവിലെ നീറ്റ് വരുമ്പോൾ നമ്മൾ അടുക്കള ഇതുപോലെ ക്ലീൻ ചെയ്തിട്ട് തലേന്ന് രാത്രി കിടക്കുമ്പോൾ ക്ലീൻ ചെയ്തിട്ടാൽ നമുക്ക് രാവിലെ ഇതുപോലെ നല്ല പോസിറ്റീവ് എനർജി ആയിട്ട് നമുക്ക് അടുക്കളയിലേക്ക് വന്ന് ജോലികളൊക്കെ തുടങ്ങാം. മറ്റേത് ആകെ പാത്രങ്ങളൊക്കെ പരന്ന് കിടന്നാൽ നമുക്ക് ആകെ ഒരു ബുദ്ധിമുട്ടായിരിക്കും ജോലിയൊക്കെ തുടങ്ങാൻ തന്നെ. അപ്പോൾ രാത്രി തന്നെ നമ്മൾ കിടക്കാൻ പോകുന്നതിൻ്റെ മുമ്പ് സോഫ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് അടുക്കി പെറുക്കിയൊക്കെ വെച്ച് റിമോട്ടൊക്കെ എടുത്ത് വെച്ച് ഒക്കെ ഒന്ന് കിടക്കുക. അപ്പോൾ രാവിലെ എണീക്കുമ്പോൾ എന്തായാലും നമുക്ക് നല്ലൊരു പോസിറ്റീവായിട്ട് തോന്നും. അപ്പോൾ അതേപോലെ ഏതുക്കുട്ടൻ ട്യൂഷനൊക്കെ പോവുകയാണ്. രാവിലെ 6:30 മണിക്കാണ് അവൻ്റെ ട്യൂഷന്. പക്ഷേ രാവിലെ 6:30 മണിക്കാണ് ഇവിടുന്ന് വീട്ടിൽ നിന്നും പോവുക. അധിക ദൂരമൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ എത്തിയിരിക്കും. എങ്ങനെയായാലും 10 മിനിറ്റ് ലേറ്റായിട്ട് തന്നെ എത്താറുള്ളൂ. അപ്പോൾ രാവിലെ കറി ഉണ്ടാക്കാനുള്ള പരിപാടിയൊക്കെ തുടങ്ങുകയാണ്. മത്തൻ കൊണ്ടുള്ളൊരു കൂട്ടാനാണ് ഉണ്ടാക്കുന്നത്. മത്തന് പുളി ഒഴിക്കാതെ മോര് ഒഴിച്ചിട്ടുള്ളൊരു കൂട്ടാനാണ്. അപ്പോൾ അതിലേക്ക് തക്കാളിയൊക്കെ ഇട്ട്, ഇത് കുറച്ച് മുമ്പേ എടുത്തൊരു വ്ളോഗ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഒരു ഓർമ്മ കിട്ടുന്നില്ല കേട്ടോ. അതിൽ മഞ്ഞൾപ്പൊടി ചേർക്കുക. മോരൊഴിച്ച കൂട്ടാനാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് ഞാൻ മുളക് പൊടി ചേർക്കാതെയാണ് ഇപ്രാവശ്യം ഉണ്ടാക്കുന്നത്. മഞ്ഞൾപ്പൊടി മാത്രം ഇട്ടിട്ട് പച്ചമുളക് കീറിയിട്ട് അങ്ങനെ നാളികേരം അരയ്ക്കുമ്പോൾ നമ്മൾ പച്ചമുളക് തന്നെ കൂട്ടിയിട്ട് അരയ്ക്കുക. അപ്പോൾ അത്യാവശ്യം എരിവൊക്കെ ഉണ്ടായിക്കോളും. മുളക് പൊടിയൊന്നും ചേർക്കാതെ നല്ല ഒരു മഞ്ഞ കളറിലുള്ള കൂട്ടാനായിരിക്കും. അപ്പോൾ പപ്പടം കാച്ചിയതിന് ശേഷമാണ് പിന്നെ ഞാൻ ഉപ്പേരിക്കുള്ളത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുത്തത്. അപ്പോൾ പപ്പടം കാച്ചാനുള്ള എണ്ണ ആയതുകൊണ്ടാണ് കേട്ടോ അത്ര അധികം എടുത്തത്. അപ്പോൾ ആദ്യം തന്നെ പപ്പടം കാച്ചി എന്നിട്ടാണ് ഉപ്പേരിക്ക് ഇട്ടത്. പിന്നെ അപ്പോൾ വേറെ നമുക്ക് ചട്ടിയൊന്നും എടുക്കണ്ടല്ലോ. അങ്ങനെ ഒരു ചട്ടിയിൽ തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും ഒക്കെ അങ്ങനെയായിട്ട് ചെയ്യാം. അങ്ങനെ ഒരുപാട് പാത്രങ്ങളൊന്നും വലിച്ചു വാരിയിടാതെ രാവിലെ നേരത്ത് ഒരു പാത്രം കൊണ്ട് തന്നെ കഴുകിയെടുത്തിട്ട് അത് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. മറ്റേത് ഒരുപാട് പാത്രങ്ങൾ നമുക്ക് കഴുകാനുണ്ടാകും. ഇതൊക്കെ നമ്മൾ തന്നെ വേണ്ടേ കഴുകി ഉണ്ടാക്കാനും. അതുകൊണ്ട് നമ്മൾ പാത്രങ്ങളൊക്കെ അധികം വലിച്ചു വാരിടാതിരിക്കാൻ സൂക്ഷിക്കുക. അപ്പോൾ കുറേ പണികളൊക്കെ എളുപ്പമായി തോന്നും നമുക്ക്. അങ്ങനെ കുറച്ച് സമയമൊക്കെ നമുക്ക് ലാഭിച്ചെടുക്കാം. പിന്നെ ഒരു പണി എടുക്കുമ്പോൾ തന്നെ വേറൊരു ജോലി എടുക്കാനും ശ്രമിക്കുക. നമുക്ക് കുറച്ച് സിമ്മാക്കി വെച്ചിട്ട് ഉള്ളി വഴറ്റുമ്പോഴൊക്കെ ഉള്ളി ഒന്ന് പിന്നെ സ്റ്റവ് ഒന്ന് സിമ്മാക്കി വെച്ച് അടച്ച് വെച്ച് കഴിഞ്ഞാൽ അതൊന്ന് ഉള്ളി നന്നായി വഴഞ്ഞോളും. ആ സമയം കൊണ്ട് നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ജോലികൾ ചെയ്യാം. അങ്ങനെ പല പല ജോലികൾ ഒരു നേരം കൊണ്ട് തന്നെ അടുക്കളയിൽ ചെയ്ത് തീർക്കുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് സമയം ലാഭിക്കാൻ കഴിയും. അങ്ങനെ ഓരോരോ കാര്യങ്ങളിൽ നമ്മൾ ഒരു സമയം ലാഭിച്ച് കഴിഞ്ഞാൽ നമുക്ക് വീട്ടിലെ പല കാര്യങ്ങളിലേക്കും നമുക്ക് ശ്രദ്ധ തിരിക്കാം. പൂന്തോട്ടം ഉണ്ടാക്കുക, പച്ചക്കറി ഉണ്ടാക്കുക, കോഴീനെ വളർത്തുക, അങ്ങനെ പല കാര്യങ്ങളും നമുക്ക് ചെയ്യാനുള്ള സമയം ഉണ്ടാവും. സമയം എന്ന് പറഞ്ഞത് എല്ലാവർക്കും ഒരുപോലെ തന്നെയാണ്. ആ സമയം വേണ്ട വിധത്തിൽ ഉപയോഗിക്കുന്നതാണ് നമ്മളുടെ മിടുക്ക്. എത്ര സമയമില്ല എന്ന് പലരും പറയുന്നത് കേൾക്കാം. എല്ലാവർക്കും ഒരുപോലെയുള്ള സമയമില്ല. പല വീട്ടമ്മമാരും കണ്ടിട്ടില്ലേ, വീട്ടിലെ ജോലികൾ കഴിഞ്ഞിട്ട് വീട്ടിലെ കാര്യങ്ങളും കഴിഞ്ഞ് അവർ പല കൃഷികളും പൂന്താട്ടവും ഒക്കെ ഉണ്ടാക്കി കാണുന്നുണ്ടല്ലോ. അപ്പോൾ അവർക്കൊക്കെ ഇങ്ങനെ സമയം കിട്ടുന്നു. അപ്പോൾ അവരുടെയൊക്കെ ലൈഫ് സ്റ്റൈൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും പല കാര്യങ്ങളും അവർ നമ്മളെക്കാളും നല്ല ഒരു അടുക്കും ചിട്ടയോട് കൂടിയാണ് ചെയ്യുന്നത് എന്നത്. അങ്ങനെ പല വ്ളോഗുകളും നമുക്ക് കാണുമ്പോൾ അവരുടെ ലൈഫ് സ്റ്റൈൽ മനസ്സിലാവും. അപ്പോൾ അതിനനുസരിച്ച് തന്നെ നമുക്ക് നമ്മളെ ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയും. അങ്ങനെയൊക്കെ ഓരോരുത്തരെ നല്ല മോട്ടിവേഷൻ ക്ലാസ്സുകളൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ വീട്ടമ്മമാരാണെന്ന് കരുതി അതൊന്നും കേൾക്കണ്ടെന്നൊന്നുമില്ല. നമ്മളെ ജീവിതത്തിൽ വിജയം ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ പലതരത്തിലുള്ള മോട്ടിവേഷൻ ക്ലാസ്സുകൾ നമ്മൾ കാണുക. അപ്പോൾ അതിൽ അവർക്ക് ഉണ്ടായ ജീവിതത്തിലെ വിജയങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതൊക്കെ നമുക്കിതിൽ മനസ്സിലാക്കാൻ കഴിയും. ആ ഒരു പ്രേരണ കൊണ്ട് തന്നെ നമുക്ക് നമ്മളെ ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയും. ഇനിയിപ്പോൾ നമ്മൾ ജോലിക്ക് പോകുന്നില്ല എന്ന് കരുതി ജീവിതകാലം മുഴുവൻ ജോലിക്ക് പോവാതിരിക്കുകയൊന്നും വേണ്ട. നമ്മളെ മക്കളൊക്കെ വലുതായി കഴിഞ്ഞാൽ നമുക്ക് പറ്റുന്ന ജോലി എന്താണെന്ന് കരുതിയാൽ അതിലേക്ക് പോകാം. പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ പഠിക്കാം.
കുട്ടികൾ വളരുന്ന ആ ഒരു സമയത്ത് മാത്രമല്ലേ നമുക്ക് അവർക്ക് വേണ്ടി സമയം ചിലവാക്കേണ്ടുള്ളൂ. വളർന്നു കഴിഞ്ഞാൽ പിന്നെ അവരെ കാര്യങ്ങൾ നോക്കാൻ അവർക്ക് പ്രാപ്തരാകും. അപ്പോൾ നമുക്ക് നമ്മളെ ജോലികളിലേക്കൊക്കെ പോകാൻ കഴിയും. അപ്പോൾ ജീവിതകാലം മുഴുവൻ നമ്മളെ കീഴിൽ നിൽക്കുകയൊന്നുമില്ലല്ലോ മക്കൾ. അവർ ഒരു ഇത്തിരിയൊക്കെ വലുതായി കഴിഞ്ഞാൽ എന്തായാലും അവരെ കാര്യം നോക്കാനൊക്കെ അവർ കാര്യത്തിനൊക്കെ മതിയാകും. അങ്ങനെ ആക്കിയെടുക്കണം നമ്മൾ ഓരോ അമ്മമാരും. സ്വന്തം കാര്യം നോക്കാൻ മക്കളെ പഠിപ്പിക്കണം. ചെറിയ 5 വയസ്സുള്ള കുട്ടിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അവനെ കൊണ്ട് ചെയ്യിപ്പിക്കുക. അങ്ങനെ ഓരോ പടിപടിയായിട്ട് ഓരോ കാര്യങ്ങളും നമ്മൾ നമ്മളെ മക്കളെ പഠിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് തന്നെയാണ് അതിനൊക്കെ പ്രയോജനം ഉണ്ടാവുക. ഓരോ കാര്യങ്ങൾ അവർ സ്വയം ചെയ്ത് നമുക്ക് ചെയ്യുന്നത് നമുക്ക് കാണാം. പിന്നെ നമുക്കൊരു ഒത്തിരി സുഖമില്ലാന്ന് കണ്ടാലും അവർ ഓരോ കാര്യങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിവുള്ളവരായിരിക്കും. മറ്റത് നമുക്ക് എന്തെങ്കിലും വയ്യാന്നുണ്ടെങ്കിൽ ആ ജോലികളെല്ലാം അവിടെ കിടക്കും. ഇപ്പം എൻ്റെ മക്കളാണെങ്കിലും അതെ, ഞാൻ ചെറുപ്പം മുതലേ അവർക്ക് ഓരോ കാര്യങ്ങളും പറഞ്ഞു കൊടുത്ത് ഇങ്ങനെ ഇരിക്കും. അതുകൊണ്ട് തന്നെ ഇപ്പം തന്നെ എല്ലാ കാര്യങ്ങളും അവർ സ്വയം ചെയ്യാൻ പഠിച്ചിട്ടുണ്ട്. അടുക്കളയിലാണെങ്കിലും അതെ, ഇപ്പോൾ ആൺകുട്ടികളാണ് അവർ, എല്ലാ കാര്യങ്ങളും അവർ ചെയ്യാൻ പഠിച്ചിട്ടുണ്ട്. പിന്നെ അടുപ്പിലുള്ള ഇതൊക്കെ ഉണ്ടാക്കുമ്പോൾ ചെറിയ കുട്ടികളെ കൊണ്ടൊന്നും അത് ചെയ്യിപ്പിക്കരുത്. കുറച്ച് മുതിർന്ന് കഴിഞ്ഞാൽ എന്തായാലും അവർ പാചകമൊക്കെ ചെയ്യാൻ തുടങ്ങിക്കോളും. അപ്പോൾ എൻ്റെ പാചകമൊക്കെ കഴിഞ്ഞ് മോരുകറിയും കോവയ്ക്കയുടെ ഉപ്പേരിയും ഒക്കെ ആയിരുന്നു ലഞ്ചിനുണ്ടായിരുന്നത്. പപ്പടം കാച്ചിട്ടുണ്ട്, മീനുണ്ട്, മാന്തളാണ് കൊണ്ടുവന്നിട്ടുള്ളത്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് കുറച്ച് നേരമൊക്കെ ഒന്നിരുന്ന് റിലാക്സ് ചെയ്ത് വർത്താനൊക്കെ പറയും. രാവിലെ നേരത്തെ ഞങ്ങൾ രണ്ടാളും എപ്പോഴും ഒരു ഗ്ലാസ് ചായയൊക്കെ കുടിച്ച് ഉമ്മർത്തിരുന്ന് കുറച്ച് നേരം, ഒരു 10 മിനിറ്റ് നേരമെങ്കിലും നമ്മളെ കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിക്കും. അത് ഞങ്ങൾക്ക് എപ്പോഴും ഉള്ള ഒരു ശീലമാണ്. അത് തന്നെ എപ്പോഴും എല്ലാവരും അതിനുള്ളൊരു സമയം കൂടി നമ്മൾ കണ്ടെത്തണം. അപ്പോൾ ഇന്ന് പൊടിയേരിയുള്ള ഉപ്പുമാവാണ് ബ്രേക്ക്ഫാസ്റ്റിന്. അപ്പോൾ ലഞ്ചിൻ്റെ കഴിഞ്ഞിട്ടാണല്ലേ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത്. അപ്പം ഞാൻ ഈ ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോൾ ഭയങ്കര ചൂടിലാണ് ഇവർക്കൊക്കെ കഴിക്കാൻ താല്പര്യം. അപ്പോൾ കുറേ വൈകിട്ടാണ് ഞാൻ ഉപ്പുമാവ് ഉണ്ടാക്കിയത്. ഉപ്പുമാവ് നല്ല ചൂട് വേണം ഇവർക്കൊക്കെ. അപ്പോൾ ലഞ്ചല്ലേ ഇപ്പോൾ നമുക്ക് ആദ്യം അതാണ്ട് ഉണ്ടാക്കി വെച്ചാൽ പിന്നെ പ്രശ്നമില്ലല്ലോ. അപ്പോൾ അങ്ങനെ അരിയുടെ ഉപ്പുമാവാണ്. ഇങ്ങനത്തെ ഉപ്പുമാവ് നിങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. അപ്പോൾ നമ്മളെ പൂന്തോട്ടമൊക്കെ ഇപ്പോൾ നല്ല പൂത്തുലഞ്ഞ് നിൽക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ വേനൽക്കാലമായില്ലേ, ഇപ്പോൾ പുതിയ ചെടികളൊക്കെ വന്നിട്ടുണ്ട്, നല്ല അടിപൊളിയായിട്ടുണ്ട്. ഞാൻ ഇനി ഗാർഡൻ കൂടുതൽ നല്ല ഒന്ന് അടിപൊളിയാക്കണം. ഒന്നും കൂടിയും ചെടികളൊക്കെ വെച്ച് ഒന്നുകൂടി നന്നാക്കി എടുക്കണം. അപ്പോൾ ബോഗൺവില്ലയൊക്കെ 2 തരം ഞാൻ വാങ്ങിയിട്ടുണ്ട് കളറ്. അപ്പോൾ കണ്ടില്ലേ, അടിപൊളിയായിട്ടുണ്ട്. ഈ കളറിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ 2-3 കളറും കൂടി ഇനി വാങ്ങാനുണ്ട്. അപ്പോൾ നമ്മളെ ഗാർഡനൊക്കെ ഇപ്പോൾ ഇങ്ങനെ വേനൽക്കാലമാകൊണ്ട് നല്ല പൂത്തുലഞ്ഞ് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇതുപോലെയുള്ള സമയങ്ങളൊക്കെ നമുക്ക് കണ്ടെത്തണം എന്നുണ്ടെങ്കിൽ നമ്മൾ വേഗം ഓരോ ജോലികളും ചെയ്ത് തീർത്താൽ മാത്രമാണ് നമുക്കിതൊക്കെ ചെയ്യാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ ഒന്നിനും ടൈമില്ലാതെ നടക്കേണ്ടി വരും. പിന്നെ ഒരു സമയം കഴിഞ്ഞാൽ നമുക്കും തന്നെ ആകെ ക്ഷീണാവുമല്ലോ, എല്ലാം കൂടിയും കഴിഞ്ഞ് ആകുമ്പോഴേക്ക്. അപ്പോൾ പിന്നെ അടുക്കളയിൽ കൂടുതൽ സമയം ചിലവാക്കി കഴിഞ്ഞാൽ എന്തായാലും നമുക്ക് വേറെ ഉള്ളതിനൊന്നും ടൈം കിട്ടില്ല. അത് ഞങ്ങളെ കോഴികളാണ്, ഇപ്പോൾ വാങ്ങിയതാണ്. അപ്പോൾ ഇത് ഞാൻ എൻ്റെ അമ്മയുടെ വീട്ടിൽ പോയപ്പോൾ അവർ തന്നതാണ്. എനിക്ക് നാടൻ കോഴികളാണ്. ഇപ്പോൾ കണ്ടില്ലേ, പുതിയ ചെടികളൊക്കെ പൂത്തുലഞ്ഞ് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് നല്ലൊരു പോസിറ്റീവ് എനർജിയാണ് അല്ലേ മനസ്സിന്. എനിക്ക് എങ്ങനെയാണ് കേട്ടോ, എല്ലാവരുടെ കാര്യം എങ്ങനെയാണെന്നും നമുക്കറിയില്ല. നമുക്ക് ഓരോരുത്തർക്കും ഓരോ രീതികളാണല്ലോ മനസ്സിന് സന്തോഷം തരുന്നത്. ചിലർക്ക് വായിക്കുന്നതായിരിക്കും, ചിലർക്ക് TV കാണുന്നതായിരിക്കും. അതിനെല്ലാത്തിനും സമയം കണ്ടെത്തണമെങ്കിൽ നമ്മളും ഒന്ന് ഉത്സാഹത്തോടു കൂടി ജോലികളൊക്കെ ചെയ്യണം. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.